If I win the lottery, I will buy a car. If I won the lottery, I would buy a car. ഇതിൽ ഏതു വാചകമാണ് ശരി? ഒന്നാമത്തേതോ അതു രണ്ടാമത്തേതോ? സത്യത്തിൽ ഈ രണ്ട് വാചകങ്ങളും ശരിയാണ്. പക്ഷേ ഇതെപ്പോൾ എവിടെ ഉപയോഗിക്കണം എന്നതിലാണ് കാര്യം. ഇഫ് ക്ലോസിലെ ഈ ചെറിയ മാറ്റങ്ങൾ പരീക്ഷയിൽ വലിയ മാർക്ക് നഷ്ടമുണ്ടാക്കും. കേടെറ്റ് പരീക്ഷയ്ക്കായി പുസ്തകങ്ങൾ വാരി വലിച്ചു പഠിക്കുന്നതിന് പകരം സിലബസിലെ ഈ 11 പോയിന്റുകൾ മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ആ പോയിന്റുകൾ ഏതൊക്കെയാണെന്നും അതെങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വെൽക്കം ടു ചോക്ക് ഡ്രീംസ്. കേടെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഗ്രാമർ എന്നത് വളരെ നിർണായകമായ ഒരു ഭാഗമാണ്. സിലബസിലെ ഗ്രാമർ പാർട്ട് ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ ഓരോ ടോപ്പിക്കും സിമ്പിളായി വിശദീകരിച്ചുകൊണ്ട് മാതൃകാ ചോദ്യങ്ങളിലൂടെ നമുക്കിന്ന് പഠിക്കാം. കൂടാതെ വീഡിയോയുടെ അവസാനം പഠിച്ച ഭാഗങ്ങൾ ഉറപ്പിക്കുന്നതിനായി 10 മോഡൽ ചോദ്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടോപ്പിക് 1. ആർട്ടിക്കിൾസ്. ഇംഗ്ലീഷിലെ എ, ആൻ, ദ എന്നിവയാണ് ആർട്ടിക്കിൾസ്. സ്വരാക്ഷര ശബ്ദങ്ങൾക്ക് വവൽ സൗണ്ട്സിന് മുൻപിൽ ആൻ ഉപയോഗിക്കുന്നു. വ്യഞ്ജനാക്ഷര ശബ്ദങ്ങൾക്ക് കോൺസണന്റ് സൗണ്ട്സിന് മുൻപിൽ എ ഉപയോഗിക്കുന്നു. നിശ്ചിതമായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദ ഉപയോഗിക്കുന്നു. മോഡൽ ക്വസ്റ്റ്യൻസ്. ഹി ഈസ് ഡാഷ് ഓണറബിൾ മാൻ. എ, ബി, ആൻ, സി, ദ, ഡി, നോ ആർട്ടിക്കിൾ. ആൻസർ ബി, ആൻ. ഓണറബിൾ എന്ന വാക്ക് തുടങ്ങുന്നത് എച്ച് എന്ന അക്ഷരത്തിലാണെങ്കിലും ഉച്ചാരണം ഒ വവൽ സൗണ്ട് ആയതിനാലാണ് ആൻ വരുന്നത്. ഐ സോ ഡാഷ് യൂറോപ്യൻ ഇൻ ദ മാർക്കറ്റ്. എ, ബി, ആൻ, സി, ദ, ഡി, സം. ആൻസർ എ. എക്സ്പ്ലനേഷൻ. യൂറോപ്യൻ തുടങ്ങുന്നത് യു എന്ന കോൺസണന്റ് സൗണ്ടിലാണ്. അതിനാൽ എ ഉപയോഗിക്കണം. ടോപ്പിക് 2. കോൺകോർഡ്. സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റ്. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള പൊരുത്തമാണിത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. മോഡൽ ക്വസ്റ്റ്യൻസ്. വൺ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഡാഷ് എ ഡോക്ടർ. എ, ആർ, ബി, വർ, സി, ഈസ്, ഡി, ഹാവ്. ആൻസർ സി, ഈസ്. വൺ ഓഫ് എന്ന് തുടങ്ങുന്ന വാചകങ്ങളിൽ സബ്ജക്റ്റ് വൺ ആണ്. അതിനാൽ വെർബ് സിംഗുലർ ഈസ് ആയിരിക്കണം. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റേസ്. എ, വിൻ, ബി, വിൻസ്, സി, വിന്നിംഗ്, ഡി, വൺ. ആൻസർ ബി, വിൻസ്. രണ്ട് വാക്കുകൾ ചേർന്ന് ഒരൊറ്റ ആശയത്തെ സൂചിപ്പിക്കുമ്പോൾ വെർബ് സിംഗുലർ ആയിരിക്കും. ടോപ്പിക് 3. ക്വസ്റ്റ്യൻ ടാഗ്സ്. ഒരു പ്രസ്താവനയ്ക്ക് ശേഷം ചോദിക്കുന്ന ചെറിയ ചോദ്യങ്ങൾ. വാചകം പോസിറ്റീവാണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. മോഡൽ ക്വസ്റ്റ്യൻസ്. ഇറ്റ് ഈസ് റെയിനിങ് ഡാഷ്. എ, ഈസ് ഇറ്റ്, ബി, ഈസന്റ് ഇറ്റ്, സി, ഡസന്റ് ഇറ്റ്, ഡി, വോണ്ട് ഇറ്റ്. ആൻസർ ബി, ഈസന്റ് ഇറ്റ്. വാചകം പോസിറ്റീവാണ്. അതിനാൽ ഈസിന്റെ നെഗറ്റീവ് രൂപമായ ഈസന്റ് ഇറ്റ് വരുന്നു. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ് ഡാഷ്. എ, ഡോണ്ട് ദേ, ബി, ഡു ദേ, സി, ആറന്റ് ദേ, ഡി, ഡസ് ഇറ്റ്. ആൻസർ ബി, ഡു ദേ. സെൽഡം എന്നതൊരു നെഗറ്റീവ് വാക്കാണ്. അതിനാൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ടോപ്പിക് 4. പ്രെപോസിഷൻസ്. സ്ഥാനത്തെയോ സമയത്തെയോ സൂചിപ്പിക്കുന്ന വാക്കുകൾ. മോഡൽ ക്വസ്റ്റ്യൻസ്. ഹി ഹാസ് ബീൻ ലിവിംഗ് ഹിയർ ഡാഷ് 2015. എ, ഫോർ, ബി, സിൻസ്, സി, ഫ്രം, ഡി, ഇൻ. ആൻസർ ബി, സിൻസ്. കൃത്യമായ ഒരു വർഷം സൂചിപ്പിക്കാൻ സിൻസ് ഉപയോഗിക്കുന്നു. ദ ബുക്ക് ഈസ് ഡാഷ് ദ ടേബിൾ. എ, ഇൻ, ബി, ഓൺ, സി, അറ്റ്, ഡി, ഓവർ. ആൻസർ ബി, ഓൺ. ഒരു പ്രതലത്തിനു മുകളിൽ തൊട്ടിരിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കാൻ ഓൺ ഉപയോഗിക്കുന്നു. ടോപ്പിക് 5. ടെൻസ് ആൻഡ് ടൈം. ക്രിയ നടന്ന സമയം. കേടെറ്റിൽ സാധാരണയായി ഇഫ് ക്ലോസ് ആണ് ചോദിക്കാറുള്ളത്. മോഡൽ ക്വസ്റ്റ്യൻസ്. ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ബൈ എ കാർ. എ, വിൽ കം, ബി, വുഡ് ബൈ, സി, വുഡ് ഹാവ് ബൈ, ഡി, ഷാൽ ബൈ. ആൻസർ ബി, വുഡ് ബൈ. ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് വന്നാൽ അടുത്ത ഭാഗത്ത് വുഡ് ആണ് വേണ്ടത്. വാട്ടർ ഡാഷ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. എ, ബോയിൽ, ബി, ബോയിൽസ്, സി, ഈസ് ബോയിലിംഗ്, ഡി, ബോയിലിംഗ്. ആൻസർ
ബി ബോയിൽസ്. യൂണിവേഴ്സൽ ട്രൂത്ത് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കണം. ടോപ്പിക് 6. മോഡൽ ഓക്സിലറീസ്. അനുവാദം കഴിവിനെ സൂചിപ്പിക്കാൻ ക്യാൻ അല്ലെങ്കിൽ കുഡ് ഉപയോഗിക്കുന്നു. നിർബന്ധത്തെ സൂചിപ്പിക്കാൻ മസ്റ്റ് ഉപയോഗിക്കുന്നു. മോഡൽ ക്വസ്റ്റ്യൻസ്. ഡാഷ് ഐ കം ഇൻ സർ? എ ക്യാൻ, ബി മേ, സി മസ്റ്റ്, ഡി വിൽ. ആൻസർ ബി മേ. ഫോർമുലായി അനുവാദം ചോദിക്കാൻ മേ ഉപയോഗിക്കുന്നു. യു ഡാഷ് ഒബേ ദ റൂൾസ് ഓഫ് ദ റോഡ്. എ ക്യാൻ, ബി മസ്റ്റ്, സി മൈറ്റ്, ഡി കുഡ്. ആൻസർ ബി മസ്റ്റ്. നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾക്ക് മസ്റ്റ് ഉപയോഗിക്കുന്നു. ടോപ്പിക് 7. ഫ്രേസൽ വെർബ്സ് ആൻഡ് ഇഡിയംസ്. ഒരു വെർബും പ്രപ്പോസിഷനും ചേർന്ന് പുതിയ അർത്ഥം നൽകുന്നു. മോഡൽ ക്വസ്റ്റ്യൻസ്. ദ മീറ്റിംഗ് വാസ് ഡാഷ് ഡ്യൂ ടു റെയിൻ. എ പുട്ട് ഓഫ്, ബി പുട്ട് ഓൺ, സി പുട്ട് ഔട്ട്, ഡി പുട്ട് അപ്പ്. ആൻസർ എ പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്നാൽ മാറ്റിവെക്കുക അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുക എന്നാണ് അർത്ഥം. ടു കോൾ ഇറ്റ് എ ഡേ മീൻസ് ടു എ ടു സ്റ്റാർട്ട് വർക്കിംഗ്, ബി ടു സ്റ്റോപ്പ് വർക്കിംഗ്, സി ടു സെലിബ്രേറ്റ്, ഡി ടു ബി ലേറ്റ്. ആൻസർ ബി ടു സ്റ്റോപ്പ് വർക്കിംഗ്. അന്നത്തെ ജോലി അവസാനിപ്പിക്കുക എന്നർത്ഥമുള്ള ഇഡിയമാണിത്. ടോപ്പിക് 8. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 രൂപങ്ങൾ. മോഡൽ ക്വസ്റ്റ്യൻസ്. എലഫന്റ് ഈസ് ദ ഡാഷ് ആനിമൽ ഓൺ ലാൻഡ്. എ ലാർജ്, ബി ലാർജർ, സി ലാർജസ്റ്റ്, ഡി മോർ ലാർജ്. ആൻസർ സി ലാർജസ്റ്റ്. ദ വന്നാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി വരണം. റോസ് ഈസ് ഡാഷ് ദാൻ ലില്ലി. എ ബ്യൂട്ടിഫുൾ, ബി മോർ ബ്യൂട്ടിഫുൾ, സി മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഡി ആസ് ബ്യൂട്ടിഫുൾ. ആൻസർ ബി മോർ ബ്യൂട്ടിഫുൾ. ദാൻ വന്നാൽ കമ്പാരിറ്റീവ് ഡിഗ്രി വരണം. ടോപ്പിക് 9. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. പ്രവൃത്തിയേക്കാൾ പ്രവൃത്തി ചെയ്ത ആൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ ആക്റ്റീവ് വോയിസ്, എന്നാൽ പ്രവൃത്തിക്ക് പ്രാധാന്യം നൽകുമ്പോൾ പാസീവ് വോയിസ്. മോഡൽ ക്വസ്റ്റ്യൻസ്. ഹി റോട്ട് എ ലെറ്റർ. പാസീവ്. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹിം. ബി ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹിം. ആൻസർ ബി ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹിം. റോട്ട് പാസ്റ്റ് ടെൻസ് ആയതിനാൽ വാസ് പ്ലസ് V3 വരുന്നു. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. പാസീവ്. എ ഫുട്ബോൾ ഈസ് ബീയിങ് പ്ലേഡ് ബൈ ദം. ബി ഫുട്ബോൾ വാസ് പ്ലേഡ് ബൈ ദം. ആൻസർ എ ഫുട്ബോൾ ഈസ് ബീയിങ് പ്ലേഡ് ബൈ ദം. കണ്ടിന്യൂസ് ടെൻസ് വന്നാൽ പാസീവ് രൂപത്തിൽ ബീയിങ് ചേർക്കണം. ടോപ്പിക് 10. റിപ്പോർട്ടഡ് സ്പീച്ച്. ഒരാൾ പറഞ്ഞ കാര്യം മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യുന്നത്. മോഡൽ ക്വസ്റ്റ്യൻസ്. ഹി സെഡ് ഐ എം ബിസി. റിപ്പോർട്ടഡ്. എ ഹി സെഡ് ദാറ്റ് ഹി ഈസ് ബിസി. ബി ഹി സെഡ് ദാറ്റ് ഹി വാസ് ബിസി. ആൻസർ ബി ഹി സെഡ് ദാറ്റ് ഹി വാസ് ബിസി. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഉള്ളിലെ ആം എന്നത് വാസ് ആയി മാറണം. ഷീ സെഡ് ഐ ലൈക്ക് സ്വീറ്റ്സ്. റിപ്പോർട്ടഡ്. എ ഷീ സെഡ് ദാറ്റ് ഷീ ലൈക്ഡ് സ്വീറ്റ്സ്. ബി ഷീ സെഡ് ദാറ്റ് ഷീ ലൈക്സ് സ്വീറ്റ്സ്. ആൻസർ എ ഷീ സെഡ് ദാറ്റ് ഷീ ലൈക്ഡ് സ്വീറ്റ്സ്. പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആയി മാറും. ടോപ്പിക് 11. ലാംഗ്വേജ് ഫങ്ഷൻസ്. സംസാരിക്കുമ്പോൾ നമ്മൾ നൽകുന്ന ഉദ്ദേശങ്ങൾ. മോഡൽ ക്വസ്റ്റ്യൻസ്. വൈ ഡോണ്ട് വി ഗോ ഫോർ എ മൂവി? ദിസ് ഈസ് എ ആൻ റിക്വസ്റ്റ്, ബി സജഷൻ, സി ഓർഡർ, ഡി കംപ്ലൈന്റ്. ആൻസർ ബി സജഷൻ. ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ വൈ ഡോണ്ട് വി ഉപയോഗിക്കുന്നു. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ? ദിസ് ഈസ് എ ആൻ കമാൻഡ്, ബി അഡ്വൈസ്, സി പൊളൈറ്റ് റിക്വസ്റ്റ്, ഡി പെർമിഷൻ. ആൻസർ സി പൊളൈറ്റ് റിക്വസ്റ്റ്. വുഡ് യു മൈൻഡ് എന്നത് മാന്യമായ അപേക്ഷയാണ്. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ കേറ്ററ്റ് ഇംഗ്ലീഷ് സിലബസിലെ എല്ലാ ഗ്രാമർ പോയിന്റുകളും നമ്മൾ ലളിതമായി പഠിച്ചു. ഈ ചോദ്യങ്ങളും നിയമങ്ങളും വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് എത്രത്തോളം മനസ്സിലായെന്നറിയുന്നതിനായി 10 ചോദ്യങ്ങൾ അടങ്ങിയ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റാണ് ഇനി. ഇത് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്ന് കമന്റ് ചെയ്യുക. 1. ഐഡന്റിഫൈ ദ കറക്റ്റ് ആർട്ടിക്കിൾ. ഹി ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ്. എ ബി ആൻ, സി ദ, ഡി നോ ആർട്ടിക്കിൾ. ഉത്തരം എ. യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത് യു എന്ന കോൺസണന്റ് സൗണ്ടിലാണ്, അതിനാൽ എ ഉപയോഗിക്കണം. 2. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ റൈറ്റ് വെർബ്. ദ ന്യൂസ് ഡാഷ് നോട്ട് ഗുഡ്. എ ആർ, ബി വേർ, സി ഈസ്,
D. Have. ആൻസർ C. Is. ന്യൂസ് എന്നത് കാണാൻ പ്ലൂറലാണെങ്കിലും അതൊരു സിംഗുലർ നൗണാണ്. അതിനാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. 3. ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. വി ഹാവ് ഫിനിഷ്ഡ് അവർ വർക്ക് ഡാഷ്. A. Have we? B. Haven't we? C. Don't we? D. Do we? ആൻസർ B. Haven't we. വാചകം പോസിറ്റീവാണ്. അതിനാൽ ഹാവിന്റെ നെഗറ്റീവ് രൂപമായ haven't we വരുന്നു. 4. യൂസ് ദ അപ്രോപ്രിയേറ്റ് preposition. ഷീ ഈസ് ഫോണ്ട് ഡാഷ് മ്യൂസിക്. A. In. B. Of. C. With. D. At. ആൻസർ B. Of. ഫോണ്ട് എന്ന വാക്കിനൊപ്പം എപ്പോഴും ഓഫ് ആണ് ഉപയോഗിക്കുന്നത്. 5. Complete the conditional sentence. If you hadn't invited him, he dash. A. Will come. B. Would come. C. Would have come. D. Had come. ഉത്തരം C. Would have come. If plus past perfect വന്നാൽ അടുത്ത ക്ലോസിൽ would have plus V3 വരണം. 6. Pick the right modal verb. Dash you live long. A wish. A. Can. B. May. C. Must. D. Should. ഉത്തരം B. May. ആശംസകൾ അറിയിക്കാൻ വിഷസ് മേയാണ് ഉപയോഗിക്കുന്നത്. 7. Find the meaning of the phrasal verb. The nurse is looking after the patient. A. Investigating. B. Searching. C. Taking care of. D. Watching. ഉത്തരം C. Taking care of. Look after എന്നാൽ പരിചരിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നാണ് അർത്ഥം. 8. Change into passive voice. She sings a song. A. A song is sung by her. B. A song was sung by her. C. A song is being sung by her. D. A song has been sung by her. ഉത്തരം A. A song is sung by her. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയതിനാൽ ഈസ് പ്ലസ് V3 ഉപയോഗിക്കണം. 9. Choose the correct indirect speech. Ram said, I am writing a letter. A. Ram said that he is writing a letter. B. Ram said that he was writing a letter. C. Ram said that he had been writing a letter. D. Ram told he wrote a letter. ഉത്തരം B. Ram said that he was writing a letter. പ്രസന്റ് കണ്ടിന്യൂസും ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആയി മാറും. 10. Identify the language function. I am sorry, I cannot attend the meeting. A. Complaining. B. Declining an invitation. C. Making a request. D. Giving advice. ഉത്തരം B. Declining an invitation. ഒരു ക്ഷണം നിരസിക്കാനോ ഒഴിവ് കഴിവ് പറയാനോ ആണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. ഈ ചോദ്യങ്ങളിൽ 10ൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് ലഭിച്ചത് എന്ന് തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്ത് സംശയമുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കാണുക. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചോക്ക് ഡ്രീംസ് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ സിലബസ് കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.